തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ. ക്ഷേമ പെൻഷൻ 400 കൂട്ടി 2000 രൂപയാക്കി. യുവാക്കൾക്കും ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടി. നെല്ലിന്റെയും റബ്ബറിന്റെയും താങ്ങുവില ഉയർത്തി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA വർദ്ധിപ്പിച്ചു. നവംബർ 1 മുതൽ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ 28 രൂപ 20 പൈസയാണ്. അതിൽ നിന്ന് ആ സംഭരണ വില 30 രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും.